വാ 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 എണ്ണ എണ്ണ അവിടെ അതും കൂടെ എടുത്തു. എണ്ണ 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 അഞ്ചഞ്ചഞ്ചഞ്ചഞ്ചഞ്ചഞ്ചഞ്ച്. എത്ര രൂപ ഉണ്ട് മൊത്തം? എല്ലാം കൂടി ഒരു 760 രൂപയുണ്ട്. 760 ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചപ്പോ 1500 രൂപ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ന്യൂ ഇയറിനല്ലേ പൊട്ടിച്ചത്. ഇത്ര രൂപയുള്ളൂ. ഞാൻ ഈ കാശ് കൊണ്ടേ വീഗാലാൻഡ് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഇതിപ്പോ ഇത്രയും കാശ് കൊണ്ട് വീഗാലാൻഡ് പടി വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതില് 70% എനിക്കും 30% നിനക്കുമാണ്. അതെന്താ അങ്ങനെ? മനസ്സിലായില്ല. കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഞാനാണ്. കണക്ക് പ്രകാരം 532 രൂപ എനിക്കും 228 രൂപ നിനക്കും. അത് ഇവിടുത്തെ ഏർപ്പാട്. നീ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അത് ഇവിടുത്തെ ഏർപ്പാട്. ഞാനാണ് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വേണം. പൂരപ്പറമ്പി പറഞ്ഞാൽ മതി. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? നീ അത് കോയിൻസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. എത്ര 4, 3, 7 കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്തതാണ് വലിയ ആനക്കാര്യം. കോയിൻസിന് എന്ത് പ്രശ്നം? അത് കാശല്ലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അതൊക്കെ ശരി തന്നെ. നീ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നീ ഇതിൽ കൊണ്ടിടോ അതോ നേരെ ബേക്കറി പോയി സാധനം വാങ്ങിച്ച് കഴിക്കോ? അത് പിന്നെ ഈ ബേക്കറി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു ഫുഡ് ഹണ്ടർ എന്ന് പറഞ്ഞിട്ട്, നീ ഫുഡ് ഹണ്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? അവരെ സംബന്ധിച്ച് ഫുഡാണ് മെയിൻ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാമാണ്. നീ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഫുഡ് മതിയേ ഫുഡ് മതിയേ സന്തോഷിക്കാൻ ഫുഡ് മതി. ഞാൻ ഒരു കാര്യം പറയാം. കൂടുതൽ വാചകം അടിച്ചു കഴിഞ്ഞാൽ 70% 30% ഞാൻ പറഞ്ഞെടുത്ത് 30% പോലും ഞാൻ നിനക്ക് തരില്ല. വൻ നഷ്ട കച്ചവടം. ഇത് ശരിയാവൂല കേട്ടോ. ഇതിൽ കൂടുതൽ പൈസ ഞാനാണ് ഇട്ടത്. ഇവള് അപ്പൊ കിട്ടുന്ന 2, 3 രൂപ എടുത്ത് ഇട്ടിട്ട് ഇവക്ക് 30% വേണോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. മാമ അങ്ങനെയൊക്കെ ആണല്ലോ. നമ്മളൊരു ഭാഗം വെക്കുമ്പോ അങ്ങനെ ചെയ്യണമല്ലോ. കുഴപ്പമില്ല. നീ 70 എടുത്തോ, ഞാൻ 30 എടുത്തോളാം. അടുത്ത തവണ തൊട്ട് ഞാൻ 2 കുടുക്ക മേടിക്കും. അല്ലാതെ ഇവളെ കൂടെ പാർട്ണർഷിപ്പിന് ഞാനില്ല. വൻ നഷ്ടം. ശരിയാവൂല. കണക്ക് പ്രകാരം ഞാൻ 532 രൂപ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്ക് ലാഭമാണ്. ഞാൻ പിന്നെ ബിസിനസ് കാര്യമാണല്ലോ. 10 ഇട്ടാ ഞാൻ 100 കൊണ്ടേ വരും. ഞാൻ കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം. അതറിയാടി. അവളെ പുതിയ കുടുക്ക വാങ്ങിക്കാൻ നീ പെടത്തില്ലയോ? പെടത്തില്ല മാമ. എങ്ങനെ? ശക്തി കൊണ്ട് ചിലപ്പോ അവർക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ബുദ്ധി കൊണ്ട് തോപ്പിക്കാൻ പറ്റൂല. അതെ, ഒരു സീക്രട്ട് ഉണ്ട്. അത് ആരെടുത്തും പറയരുത്. മാമനായോണ്ട് ഞാൻ പറയാം. അടുത്ത പ്രാവശ്യം അവളൊരു കുടുക്ക മേടിക്കത്തില്ലേ, അതേപോലത്തെ സെയിം കുടുക്ക ഞാനും മേടിക്കും. എന്നിട്ട് കുടുക്ക പൊട്ടിക്കാൻ സമയത്ത് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. നിന്റെ വല്ലാത്ത തലയാണല്ലോ ഇത്. അതെ, നീ ഇവിടെ ജനിക്കേണ്ടവളല്ല, നീ ജനിക്കേണ്ടവളെ. മാമന്റെ ബുദ്ധി എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാം. അങ്ങനെ പരിപാടി. അതെ, പുലിയുടെ വീട്ടില് പിന്നെ മണിക്കുട്ടന്റെ ബുദ്ധിയാണ് നിനക്ക് കിട്ടിയത്, അല്ല അതിന്റെ തന്തയുടെ ബുദ്ധിയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കാഞ്ഞ ബുദ്ധി വരത്തില്ല. അതെ സംഭവം ഞാനൊന്ന്. പിന്നെ ആരടുത്തും പറഞ്ഞേക്കല്ലേ, ആരടുത്തും പറയരുത്. നോക്കാന്നല്ല, പറയരുത്. അല്ല, പറയാതിരിക്കാം. പക്ഷെ കുടുക്ക പൊട്ടിക്കാൻ എനിക്ക് കമ്മീഷൻ. എന്റെ മാമൻ തന്നെ കമ്മീഷൻ തരാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.